കലക്കിയിട്ടുണ്ട് ഗെറ്റപ്പ്. അത് തന്നെ പണിയായുധം. പഠിക്കലും പരിശീലനവും ഇനി തന്നെത്താനാണ് കേട്ടോ. ഫീൽഡിൽ പുതിയല്ലേ അണ്ണാ, ചിലപ്പോൾ പേടിയുണ്ടാവും. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കട്ടെ അല്ലേ? പേടിയുണ്ടടേ? ഇല്ല. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും കള്ളന്മാരാണ്, വലിയ കള്ളന്മാർ. അവർക്കിടയിൽ നമ്മൾ കുഞ്ഞു തുരപ്പന്മാരാണ്. ഇതങ്ങ് മനസ്സിൽ നിരീക്ഷണ്ടാൽ മതി, കാര്യങ്ങൾ എളുപ്പമാവും. ആ താക്കോല് കൊണ്ട് നിങ്ങൾ ഷാർട്ടാക്കാൻ പോണത് വെറും ബൈക്കല്ല, നിങ്ങളുടെ ജീവിതം തന്നെയാണ്. പൊറോട്ട ഓംലെറ്റോ വല്ലോ വേണേ പറഞ്ഞോ, എനിക്ക് കട അടയ്ക്കണം. പെട്ടെന്ന് പറഞ്ഞോട്ടാ, ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ അടയ്ക്കും. രുക്കു, പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ എങ്ങനെ? നല്ല കാശുള്ള പാർട്ടിയാണോ? എത്രയായി? 8 ഡബിൾ താറാവ്, 16 ബ്രെഡ്, 3 കട്ടൻ പൊറോട്ട, 232. ഇത് മതി, നാളെ കാപ്പി കുടിക്കണ്ടല്ലേ? ഓ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? എല്ലാം കൊള്ളാം, പക്ഷെ കാശിന്റെ കാര്യമാണ്. എന്താ അണ്ണനൊന്ന് പറഞ്ഞൂടെ? നോക്കട്ടെ, വണ്ടി ഇട. കറങ്ങിനാക്കണ്ട വീട്ടിൽ പോയി. നീ പോടെ ജന്തു, എനിക്ക് മനസ്സില്ല. അവളെ നീ പൈസ മേടിക്കണ്ടായിരുന്നു, നാണക്കേട്. ദാ കൊണ്ട് തിന്നു. 100 രൂപ ഇത് വെച്ച് വല്ല ബിസിനസ് തുടങ്ങാൻ പറ്റുമോ? നീ ബിസിനസ് തുടങ്ങിയോ? കാറ് മേടിക്കോ? എന്ത് വേണം ചെയ്യും?
ഇത് വല്ലാത്ത ചമ്മലായി പോയി. അത് ഗേൾസ് ഓൺലി സ്കൂളാ. ഓ പിന്നെ വേദന ഉണ്ടല്ലേ? ഇങ്ങനെ തൊടുമ്പോൾ വേദന അറിയുന്നേ ഇല്ല. രായപ്പണന്റെ വീട്ടിൽ നിന്നൂടെ? ഈ വീട്ടിനെന്താ കുഴപ്പം? നിങ്ങൾ വിചാരിച്ചിട്ടിന്റെ പോലെ അത്ര നല്ല ആളൊന്നുമല്ല രാജുണ്ണൻ. പിന്നെ ഞങ്ങൾ ഇവിടം വിട്ട് പോവാ. എങ്ങോട്ട്? ദൂരെ എങ്ങോട്ടെങ്കിലും. എന്നെയും കൂട്ടുവോ? ഏയ് ഇപ്പോഴല്ല, പിന്നെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഞാൻ വരും. കാത്തിരിക്കോ നീയെ? എനിക്ക് രക്ഷപ്പെടണം ഇവിടുന്ന്. രാജു അതിനെ രാജുണ്ണ വേണ്ട. രാജുണ്ണ. രാജു ഞാൻ രാജുണ്ണ രാജുണ്ണ വീട്. അവളെ അല്ലല്ലടാ. രാജു ഞാനൊന്ന് പറയുന്ന തമ്മിത്തല്ലി ചാവുന്നോ പട്ടികളെ? എന്ത് കാഴ്ച കാണാനാ നിക്കുന്നേ? അംഗം കഴിഞ്ഞു പോയിട എല്ലാരും. അണ്ണൻ ഈ കേസിൽ ഇടപെടാൻ ഇവന്മാരെ തിരിച്ചെടുത്ത് എനിക്കറിയാം. കൊള്ളാലോ പുതിയ നമ്പര്. നിന്റെ കള്ളക്കളിയും കച്ചവടവും ഞാൻ അറിയില്ലെന്ന് കരുതിയോ? പിഴച്ചു പൊക്കോട്ടെന്ന് കരുതി കണ്ണടച്ചപ്പോ തലയിൽ കയറുന്നു. ഒരൊറ്റ അണ്ണൻ എന്റെ വീട്ടിൽ കയറി പോരുത്. കൂട്ടുകാരാണ് പോലും. കുരയ്ക്കുന്നു കഴിവേറി. ഇവന്റെ കൂടെ തന്നെ പുറക്കണമെന്നുണ്ടോ? എന്നാൽ ഇന്നു മുതൽ എന്റെ ചായ്പ കൂടിക്കോ. എന്താണ് ഒരു ആലോചന? അവന് നമ്മളെ പോലെയാണ്. വേറെ എന്തൊക്കെ കിടക്കണം ആലോചിക്കാൻ. ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും കലങ്ങും അല്ലേ? പിന്നെ എന്ത് ചെയ്യാനാടാ? എന്തായാലും ചെയ്യുന്നത് മോഷണോ? എന്നാൽ പിന്നെ നമുക്ക് തനിച്ചൊരെണ്ണം പ്ലാൻ ചെയ്താലോ? പണി പാളിയാലോ? പാളിയ സ്പെഷ്യൽ ഹോം, അല്ലെങ്കിൽ ജയിൽ. രണ്ടായാലും നമുക്ക് കണക്കല്ലേ. പെടുകയാണെ പെടട്ടെ. കുറെ കാശയിൽ വന്നിട്ട് വേണം ശരിക്കൊന്നും വിലസാൻ. പടച്ചോനെ എല്ലാം നീ കാണിച്ചു തന്നെ. പിന്നെ പഠിച്ചോൻ്റെ പണിയതല്ലേ. മിണ്ടാതെ കിടന്ന് ഉറങ്ങി രണ്ടാൾ. ഇവന് വേറെയും ചില ചുറ്റിക്കളികളുണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. വാടാ പോവാ. ആ കയറി കൊണ്ടോ.